നമുക്ക് പ്രാർത്ഥനയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആരാധനയിൽ അസാധ്യങ്ങളെ എല്ലാം സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പണ്ടൊക്കെ നമ്മൾ യുദ്ധം നടക്കുമ്പോൾ അത് ഇറാഖിലല്ലേ, ഇറാനിലല്ലേ, വിയറ്റ്നാമിലല്ലേ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല, മറ്റെവിടെയോ ആണെന്ന് ചിന്തിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം, ഞങ്ങളെയൊക്കെ മുമ്പിൽ കൂടെ മോളിൽ കൂടെയൊക്കെ മിസൈലുകളൊക്കെ പറക്കുന്നതൊക്കെ കാണേണ്ടതായിട്ട് വന്നു. സ്തോത്രം, ഹല്ലേലൂയ. പലരും പറഞ്ഞു കേൾവി മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അസാധ്യങ്ങളെ എന്നാൽ ഞങ്ങളെയൊക്കെ ഇവിടെ ചിറകിന്റെ മറവിൽ സൂക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു. 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 41:10. നീ ഭയപ്പെടേണ്ട. സവിതയില്ലേ, വായിച്ചാട്ട് സവിത. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വാക്യം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം താൻ അരുളി ചെയ്യുക, നീ ഭയപ്പെടേണ്ട, നിന്നെ ശക്തീകരിക്കും, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു യഹോവ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഹല്ലേലൂയ നാം ശക്തിയറ്റവരായി, ഹല്ലേലൂയ നാം ഹല്ലേലൂയ ബുദ്ധിമുട്ടുന്നവരായി, നമ്മളെ കൊണ്ട് കഴിയുകയില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ ഒരു ദൈവശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്, ഹല്ലേലൂയ എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ നിന്നെ ഹല്ലേലൂയ ബലപ്പെടുത്തുന്നതാ. എന്റെ കൃപയുണ്ടെങ്കിൽ. ഒരുപക്ഷെ നീ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു നിന്റെ ആ ശൂലം മാറ്റണമെന്ന്, എന്നാൽ ആ ശൂലം ഒരുപക്ഷെ മാറ്റിയില്ലെങ്കിലും ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? ദൈവിക കൃപ കൊണ്ട് അവനെ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്റെ കൃപ നിനക്ക് മതി. അത് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ, നിന്റെ ബലഹീനതയിൽ നിന്നെ ബലപ്പെടുത്തുവാൻ എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാലുണ്ടല്ലോ, സ്തോത്രം, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പലവിധമായ പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ കടന്നു വന്നേക്കാം, യുദ്ധ സമാനമായ വിഷയങ്ങൾ കടന്നു വന്നേക്കാം, പല പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, നിന്റെ ജോലിയിൽ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, നിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം എന്താണ്? നീ ഭ്രമിച്ചു നോക്കേണ്ട, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ ഒരു ദൈവശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദാവീദ് പറയുന്നത്, കൂരിന് താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? എന്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിന്റെ ജീവിതത്തിൽ? ഹല്ലേലൂയ. നല്ലൊരു ഇടയനായ ദാവീദ് പറയുക, സ്തോത്രം, ഹല്ലേലൂയ, നല്ലൊരു ആട്ടിടയനായ ദാവീദ് പറയുക, യേശു എന്റെ ഇടയനാണ്, അവൻ എന്റെ ഏത് പ്രതിസന്ധികളും മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും സ്തോത്രം എന്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല ഇടയനുണ്ട്. നമ്മുടെ ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമായാലും, നമ്മുടെ ഏത് അവസ്ഥകൾ പ്രതികൂലങ്ങളായാലും, ഇന്ന് രാത്രി ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ കരം പിടിച്ചിരിക്കുന്ന കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് സ്തോത്രം? പലസ്തീനില് ഹല്ലേലൂയ ആടുകളെ ഒരു സ്ഥലത്ത് മേയിച്ചിട്ട് ഇടയൻ അടുത്ത മേൽത്തകടി, അവിടുത്തെ പുല്ല് തീരുമ്പോഴത്തേക്ക് അടുത്ത മേൽത്തകട് ഹല്ലേലൂയ നോക്കിപ്പോകും. ഇവരിവിടുത്തെ പുല്ലൊക്കെ അവസാനിപ്പിക്കുമ്പോഴത്തേക്ക്, തിന്നു തീർക്കുമ്പോഴത്തേക്ക് ആട്ടിടയൻ ദൂരെ പോയി അടുത്ത പുൽത്തകിടി കണ്ടുപിടിക്കും. എന്നിട്ട് ഹല്ലേലൂയ ഈ ആടുകളെയും കൊണ്ട് പോവുകയാണ്. അടുത്ത മേൽത്തടിയിലേക്ക് പോകുമ്പോൾ ഇടയ്ക്കൂടെ ഭയങ്കര മരണകരമായ കൂരിലിന്റെ താഴ്വരയാ, കുറ്റിക്കാടുകളും ഹല്ലേലൂയ കൂരിലിന്റെ താഴ്വരകളിൽ കൂടെയാണ് ഇടയൻ കൊണ്ടുപോകുന്നത്. സ്തോത്രം. എന്നാൽ അവർക്ക് നല്ല നിശ്ചയമുണ്ട്, ഇത് താൽക്കാലികമായ ഒരു കൂരിലിന്റെ താഴ്വരയാ, ഞങ്ങളെ നടത്തുന്നത് മേൽത്തരമായ ഒരു പുൽത്തടിയിലേക്കാണെന്ന് ആ ആടുകൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഇടയന്റെ ആ ആടുകൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഇപ്പോൾ മുൾത്തകിടിയതടുത്തൂടെ കൂരിലിന്റെ താഴ്വയിൽ കൂടെ ഒക്കെ നടന്നാലും ഞങ്ങളെ അവൻ നടത്തുന്നത്, ഇടയൻ നടത്തുന്നത് അടുത്ത മേൽത്തകിടിലേക്കാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, ഹല്ലേലൂയ, പല ബുദ്ധിമുട്ടുകൾ കടന്നു വന്നേക്കാം, ഹല്ലേലൂയ. എന്നാൽ നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യേക ഈ ആന്റിമാരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധികൾ പ്രാർത്ഥിക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ അതിന്റെ ക്രിയ ചെയ്തിട്ടേ വചനം മടങ്ങി വരത്തുള്ളൂ. ഈ കേൾക്കുന്ന വചനങ്ങൾ, ഹല്ലേലൂയ, ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാൻ, അത് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കും. ഇത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും, അത് അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ തിരികെ വരത്തുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. അത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരും. അത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരും. ദൈവം സഹായിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 2 ദിനവൃത്താന്തം 20-ന്റെ 21, 22 വാക്യങ്ങൾ. പിന്നെ അവർ അതികാലത്തെ എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിനു മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിരുടെയും സെയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നെ ഇന്ന് വളരെ ചിന്തിപ്പിച്ച്, ഞാൻ ഇതുവരെ ചിന്തിക്കാത്തൊരു വിഷയമാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യഹോശഫാത്ത്, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ രാജ്യത്തെ ഹല്ലേലൂയ യഹൂദയെ ആരൊക്കെയാണ് എതിർക്കാൻ വന്നത്? അമോന്യരും മോവാബ്യരും, സ്തോത്രം, സെയിൻ പർവ്വതക്കാരും എല്ലാവരും കൂടെ അവനോട് യുദ്ധം ചെയ്യുവാൻ വന്നു. ഹല്ലേലൂയ, അവരെ തകർക്കുവാൻ വന്നു. അവൻ നോക്കിയപ്പോൾ സൈന്യം വലുതാ, ശത്രു സൈന്യം വലുതാ. അവരോട് യാതൊരു വിധത്തിലും എതിർത്ത് തോൽപ്പിക്കുവാൻ യഹോശഫാത്തിനോ അവന്റെ സൈന്യത്തിനോ കഴിയത്തില്ല. സ്തോത്രം. എതിരുകള് 3 ഗ്രൂപ്പുകാർ വളരെ ശക്തമായി അവനെതിരെ കടന്നു വന്നപ്പോൾ അവൻ എന്താണ് ചെയ്തത്? സ്തോത്രം, അവൻ വളരെ ഭാരപ്പെട്ടു. അവൻ വിചിന്തിച്ചു, ഇതെന്ത് ചെയ്യും? എപ്രകാരം ഇവരെ വിജയിപ്പാൻ സാധിക്കും? എങ്ങനെ ഞാൻ ഇവരോട് എതിർക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത്. യഹോശഫാത്തിനോട് പറയുക, ഈ കാണുന്ന യുദ്ധ സന്നാഹത്തെ ഓർത്ത് നീ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ ഭ്രമിച്ചു പോകരുത്, നീ ഭയപ്പെട്ടു പോകരുത്. നിനക്കെതിരെയുള്ള സൈന്യം ഒരുപക്ഷെ ഹല്ലേലൂയ ആൾബലത്തിൽ വലുതായിരിക്കാം, സൈന്യബലത്തിൽ വലുതായിരിക്കാം, ഹല്ലേലൂയ നിന്നേക്കാൾ യുദ്ധ സന്നാഹങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ നീ അവരെ നോക്കി, നിന്റെ ശത്രു സൈന്യത്തെ നോക്കി നീ ഭയപ്പെടുകയല്ല. നിനക്ക് വേണ്ടി യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഹല്ലേലൂയ യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. താൻ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ യഹോശഫാത്ത് പറയുകയാണ്, സ്തോത്രം, ഇപ്രകാരം ഹല്ലേലൂയ അമോന്യരും മോവാബ്യരും സെയിൻ പർവ്വതക്കാരും ചേർന്ന് ആക്രമിക്കുമ്പോൾ, സ്തോത്രം, മാനുഷികമായ നോട്ടത്തില് അവന് യാതൊരു സാധ്യതയുമില്ല അവരോട് ജയിപ്പാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൻ പറയുകയാണ്, സ്തോത്രം, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, യഹോവ നിനക്ക് വേണ്ടി സ്തുത്യം ചെയ്യും. അപ്പോൾ യഹോശഫാത്ത് ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താ ചെയ്തത്? അവൻ മുമ്പിൽ സ്തുതിക്കാനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ യുദ്ധത്തിന്റെ ഏറ്റവും മുമ്പിൽ അവൻ പാടിയും സ്തുതിച്ചും കൊണ്ട് നിന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, യഹോവ അതിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ പാടിയും സ്തുതിച്ചും തുടങ്ങിയപ്പോൾ യഹോവ ശത്രുക്കൾക്ക് വിരോധമായി പതിയിപ്പുകാരെ ഏർപ്പെടുത്തി. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യഹോശഫാത്ത് മാനുഷികമായ രീതിയിൽ അല്പം ഭാരപ്പെട്ടു. ഈ മോവാബ്യരും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ അമോന്യരും സെയിൻ പർവ്വതക്കാരും എല്ലാം ഒരുമിച്ച് വന്ന് ഞങ്ങളുടെ സൈന്യത്തെ ഇല്ലായ്മ ചെയ്യും, ഞങ്ങൾക്ക് മാനുഷികമായ രീതിയിൽ ഹല്ലേലൂയ അതിനെ തകർക്കുവാൻ അതിനെ എതിർക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ താൻ ഏറ്റവും പ്രധാനമായി ചെയ്തത് എന്താണ്? താൻ ആരാധിപ്പാൻ, സ്തുതിപ്പാനായിട്ട് അതിന്റെ മുമ്പിൽ ഒരാൾക്കാരെ കൂട്ടി. സ്തോത്രം. അത് ജയിച്ചതിന് ശേഷം പാടി സ്തുതിപ്പാനല്ല, താൻ യുദ്ധത്തിന് ശേഷം സ്തുതിപ്പാനല്ല. സ്തോത്രം. താൻ പറയുക, യുദ്ധത്തിന് മുമ്പായിട്ട് ഹല്ലേലൂയ താൻ ആദ്യമാക്കിയത് എന്താണ്? സ്തോത്രം. 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച സവിതേ. 22. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പാടിയും, അവർ യുദ്ധം ചെയ്തിട്ടല്ല ജയിച്ചത്. സ്തോത്രം. അവർ പാടിയും സ്തുതിച്ചും കൊണ്ടിരുന്നപ്പോൾ ആ ജനം, ആ സൈന്യം തോൽക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്തുതികളിൽ ഏറ്റവും ഹല്ലേലൂയ ശക്തിയുണ്ട്. ഒരുപക്ഷെ നീ നാവ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാവ് തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയായി തീരും. ഇവിടെ ഒരുപക്ഷെ മാനുഷികമായ ചരിത്ര സംഭവമാണ് പറയുന്നത്. മാനുഷികമായ രീതിയിൽ ഹല്ലേലൂയ അവരുടെ ശത്രുക്കളുടെ എണ്ണം നോക്കുമ്പോൾ, അല്ലെ അവരുടെ ശത്രുക്കളുടെ സൈന്യങ്ങളുടെ ഹല്ലേലൂയ ഇത് നോക്കുമ്പോൾ ഒരിക്കലും അവരെ തോൽപ്പിക്കുവാൻ കാര്യമില്ല. മാനുഷികമായ രീതിയിൽ അവർക്ക് ജയിപ്പാൻ സാധ്യമല്ല. എന്നാൽ യഹോശാഫാത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ആരാധനയ്ക്കും സ്തുതിക്കും പ്രാധാന്യം കൊടുത്തു. താൻ ഇത് ജയിച്ചിട്ട് ദൈവത്തെ ആരാധിപ്പാനല്ല ഇരുന്നത്. ഹല്ലേലൂയ താൻ വിശ്വാസത്തോടെ ദൈവത്തിൽ ആരാധിപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം കാണുന്ന വിശ്വാസം എന്നതോ ഹല്ലേലൂയ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. സ്തോത്രം. തന്റെ ജീവിതത്തില് സ്തോത്രം താൻ ഏറ്റവും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും സ്തുതികൾക്കും ഹല്ലേലൂയ പ്രാധാന്യം കൊടുത്തപ്പോൾ ഹല്ലേലൂയ അവന്റെ സൈന്യം വിജയിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഹല്ലേലൂയ നിനക്ക് വേണ്ടി നീ ഒരുപക്ഷെ മാനുഷികമായി നിനക്കെതിരെയുള്ള പ്രശ്നങ്ങള്, നിനക്കെതിരെയുള്ള പ്രതികൂലങ്ങള് ഹല്ലേലൂയ നിനക്കതിനെ ഓവർകം ചെയ്യുവാൻ കഴിയില്ല. ഇപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളെ ഒരുപക്ഷെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും? ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂടെ യുദ്ധം കൂടെ വന്നാൽ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും? ഇതിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായി തീരുമെന്നോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹോവ ഹല്ലേലൂയ യഹോശാഫാത്ത് പറയുകയാണ്. സ്തോത്രം. ആ 15-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നത്, ഈ സമൂഹ നിമിത്തം നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം നിങ്ങളുടേതല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധം നിങ്ങളുടേതല്ല, സ്തോത്രം, ദൈവത്തിൻ്റെതത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോശാഫാത്തിനോട് ഹല്ലേലൂയ ദൈവാത്മാവ് ഇടപെടുവാൻ ഇടയായി തീർന്നു. യുദ്ധം നിങ്ങളുടേതല്ല. അതുകൊണ്ട് ഈ സൈന്യത്തെ കണ്ട നീ ഭ്രമിക്കേണ്ട, നീ ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ പറയാം. ഹല്ലേലൂയ നമുക്ക് വേണ്ടി നമ്മൾ ഒരുപക്ഷെ ഹല്ലേലൂയ ബലഹീനെന്ന് തോന്നുമ്പോൾ, നമ്മൾ ഹല്ലേലൂയ പ്രതിസന്ധിയിൽ എന്ന് കരുതുമ്പോൾ, നമുക്കിതിനെ ഓവർകം ചെയ്യുവാൻ ഇടയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നാൽ എന്താണ്? ആരാധനയ്ക്കും ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കും നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 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 നമ്മൾ ഹല്ലേലൂയ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 13, ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ വായിച്ചിരുന്നു. ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 13:2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ ഹല്ലേലൂയ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അന്തോക്യ സഭയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസഭ ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ അവിടെ ചിലരെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാം ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തുതിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരുപക്ഷെ എനിക്ക് മാനുഷികമായ കരുത്തില്ല, അല്ലെ ഇതിനെ എതിർക്കുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല, എനിക്കതിനെ എതിർക്കുവാനുള്ള അംഗബലമില്ല, അല്ലെങ്കിൽ ആൾബലമില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള ആരോഗ്യമില്ല, മാനസിക അവസ്ഥയില്ല എന്നോർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. നിന്റെ നിസ്സഹായ അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ദൈവകരങ്ങളിലേക്കൊന്ന് താഴ്ത്തി ഒന്ന് കൊടുത്താട്ട്, എന്നെ കൊണ്ട് കഴിയില്ല കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒന്ന് യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. യഹോശാഫാത്ത് പറഞ്ഞതുപോലെ നിന്റെ ചെവികളിൽ ഇന്ന് രാത്രി ആ ശബ്ദം മുഴങ്ങുക. ഹല്ലേലൂയ. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയുടേതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കരങ്ങളാണ് നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഹല്ലേലൂയ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക്, ഹല്ലേലൂയ, നീ പ്രതിസന്ധിയിലായിരിക്കുന്ന വിഷയങ്ങൾക്ക് നീ തന്നെയല്ല, നിന്നെ ആരും കാണുന്നില്ല എന്ന് വിഷയിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്കോട് പറയുന്ന ഈ ശബ്ദമായി ഇന്ന് രാത്രി എന്റെ വായിൽ നിന്ന് കേട്ടത്, സ്തോത്രം, ഇന്ന് രാത്രിയിൽ എന്റെ വായിൽ കൂടെ കേട്ടത് നിന്റെ ചെവിയിൽ മുഴങ്ങേണ്ട ശബ്ദമാ. ഹല്ലേലൂയ, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം, ഹല്ലേലൂയ, പ്രാർത്ഥനാ റൂമിൽ ഹല്ലേലൂയ ചെവികളിൽ ഹല്ലേലൂയ മുഴങ്ങുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ ഈ സബ്ജക്ട് ഇതുവരെ പ്രസംഗിച്ചിട്ടുള്ള വിഷയമല്ല. ഇന്ന് ദൈവാത്മാവ് ഹല്ലേലൂയ എന്നോട് ഹല്ലേലൂയ ഇടപെട്ടതാ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ വന്നാൽ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കണ്ട ഒരു വാക്യമായത്. സ്തോത്രം, ഒരു ക്വസ്റ്റ്യൻ ആൻസറിന്റെ വാക്യമാണ്. ഇന്ന് എന്റെ പെങ്ങള് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ എന്നും ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോഴാണ് ഇട്ടത്, സ്തുതിച്ചും ആരാധിച്ചും, സ്തോത്രം, യുദ്ധം ജയിച്ചത് ആരാണെന്ന് ചോദിച്ചു. സ്തുതിച്ചും ആരാധിച്ചും യുദ്ധം ചെയ്ത രാജാവാര്? സ്തോത്രം. ഞാൻ പെട്ടെന്ന് നോക്കി, സ്തോത്രം, എനിക്ക് മനസ്സിലായി അത് യഹോശാഫാത്താ. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവേ, ഇത് നല്ലൊരു സബ്ജക്റ്റ് ആണല്ലോ. സ്തുതിച്ചും ആരാധിച്ചും യുദ്ധം ജയിച്ച രാജാവ്. എത്ര പേർക്ക് നിനക്ക് കഴിവില്ലെങ്കിൽ, സ്തോത്രം, സ്തുതിച്ചും ആരാധിച്ചും യുദ്ധം ജയിച്ച രാജാവാണ്, സ്തോത്രം, യഹോശാഫാത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരാണ് ഹല്ലേലൂയ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന? സ്തുതിച്ചും ആരാധിച്ചും ഹല്ലേലൂയ നീ മുമ്പോട്ട് പോയാൽ നിനക്കൊരിക്കലും തോൽവി ഉണ്ടാകത്തില്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് തോൽവി ഉണ്ടാകത്തില്ല കേട്ടോ. നിന്നെ ആരൊക്കെ തള്ളിക്കളയാൻ ചെന്നാലും, ഒരുപക്ഷെ നിശ്ചലമായി തീർന്നാലും, ഹല്ലേലൂയ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ കഴിയത്തില്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി ദൈവാത്മാവിനോട് സംസാരിച്ചെന്ന് വിശ്വാസമുള്ളവരെ ഏറ്റെടുത്താട്ട്, ഹല്ലേലൂയ, ഞാൻ തനിയല്ല, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, എന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരുപക്ഷെ നീ സാമ്പത്തികമായി തകർന്നെന്ന് നീ വിചാരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ തലമുറയോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇവിടുത്തെ സാഹചര്യം എങ്ങനെയായി തീരുമെന്നോർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ, നീ ഏകനല്ല. ഹല്ലേലൂയ, നിന്നെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല. സ്തോത്രം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, അവൻ എന്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി വിളിച്ചിരിക്കുന്നു. നിന്നെ വിളിച്ച ദൈവമുണ്ടല്ലോ, വിശ്വസ്തന. പൗലോസിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അവൻ എന്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ, എന്നെ നടത്തുവാൻ. ഞാൻ സേവിക്കുന്ന അല്ലെ എന്നെ വിളിച്ച്, ഹല്ലേലൂയ, എന്നെ വിളിച്ചിറക്കിയ ദൈവം, ഹല്ലേലൂയ, വിശ്വസ്തന. ഇന്ന് രാത്രി ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഗൾഫിൽ എന്ത് പ്രതിസന്ധികളും വന്നോട്ടെ, നിനക്ക് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നിന്നെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തന. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം, പ്രൈസ് ദി ലോർഡ്, 14:14 എന്താ പറയുന്നത്? യുദ്ധം. സ്തോത്രം, 14:14 എന്ന് വായിച്ചാട്ടെ. എല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് രാത്രി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി, ഹല്ലേലൂയ, പ്രിയ ആന്റി, ആഷി ആന്റി, സ്തോത്രം, വളരെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടിയൊക്കെ ഇന്നൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസിയോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. ഹല്ലേലൂയ, നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ അളക്കുവാൻ, നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തന. ഏത് പ്രതിസന്ധികളും, ഹല്ലേലൂയ, നിങ്ങളുടെ കൺമുൻപിൽ തന്നെ കാണത്തക്ക രീതിയിൽ ഇതിന്റെ റിസൾട്ട് തന്ന് ദൈവം മാനിപ്പാൻ ദൈവം ശക്തന. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ ഉണ്ട്. അതുകൊണ്ട് ഭാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രതിസന്ധികളൊക്കെ കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഭൂമിയൊക്കെ ഇളക്കുന്ന ഒരു സമയമാണ്. നമ്മളൊന്നും ഇളക്കുകയില്ലെന്ന് വിചാരിച്ചത്, നാം സുരക്ഷിതമാണെന്ന് കരുതുന്ന സ്ഥാനത്ത്, നാം സുരക്ഷിതരെന്ന് കരുതുന്ന സ്ഥാനത്തെ പോലും സ്വർഗം കുലുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഭൂമിയെയും
കരയെയും കടലിനെയും ഇളക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോണം അതിന്റെ മനോഹര വസ്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ ഒരുപക്ഷെ ഹല്ലേലൂയ ഞങ്ങളൊക്കെ ചിന്തിച്ചത് ഹെൽത്ത് സെക്ടറിനൊന്നും ഒരിക്കലും ഒരു പ്രശ്നമില്ലെന്നാ. ഹല്ലേലൂയ. ഹെൽത്ത് സെക്ടറിലൊന്നും ആരെയും ഹല്ലേലൂയ ടെർമിനേറ്റ് ചെയ്യത്തില്ല, കാരണം രോഗികളുടെ സംഖ്യ കുറയുന്നില്ലല്ലോ. എന്നാൽ സ്തോത്രം, നാം എപ്പോഴും വിശ്വസിച്ച് ഒരിക്കലും സാധിക്കില്ലെന്ന് കഴിയുന്ന കാര്യങ്ങൾ പോലും സ്വർഗം ഇളക്കും. നമ്മൾ ആരും സുരക്ഷിതരല്ല, നമ്മളെ ഇളക്കും. ഹല്ലേലൂയ. എവിടെയും ഇളക്കും, ഭൂമിയെ ഇളക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളെ ഇളക്കും. ഒരുപക്ഷെ ട്രംപിനെ പോലും, ഹല്ലേലൂയ, ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ഹല്ലേലൂയ ഭീമനെന്ന് കരുതുന്നവരെ പോലും സ്വർഗം ഇളക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നാൽ ഇളകാത്ത ഒരു രാജ്യമുണ്ട് കേട്ടോ. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12:28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുവാന് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വേണ്ടി ഇളകാത്ത രാജ്യം, ഹല്ലേലൂയ, സ്തോത്രം, അവൻ പണിതുകൊണ്ടിരിക്കുക. ഈ ലോകവും ഈ ഭൂമിയും കരയും കടലും എല്ലാം ഇളകും കേട്ടോ, എല്ലാം ഇളകും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഇളകാത്ത ഒരു രാജ്യം, ഇളകാത്ത ഒരു രാജ്യം നമുക്ക് വേണ്ടി അവൻ പണിതുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഹല്ലേലൂയ ആ രാജ്യം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, ആ കാഴ്ച, അതിനുവേണ്ടി ഭക്തിയോടെ ഭയത്തോടെ ജീവിപ്പാ. അതുകൊണ്ടാണ് സ്തോത്രം ശലോമോൻ ഹല്ലേലൂയ പറഞ്ഞത്, സകലത്തിന്റെയും സാരാംശം കേട്ടുകൊള്ളുക, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഹല്ലേലൂയ. ആ ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ, ആ ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ, ആ ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥ, ഒരുപക്ഷെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ഒരുപക്ഷെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവർ, നാളെ ഞാൻ എപ്രകാരമായി തീരുമെന്നോർത്ത് ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ എന്റെ സാമ്പത്തിക അവസ്ഥ ഇതുപോലാണല്ലോ, എനിക്ക് സ്വന്തമായ ഒരു ഭവനമില്ല, ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ കഴിയുന്നില്ല എന്നോർത്ത് ഭാരപ്പെടുന്നവർ, ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നോൽപ്പിച്ചു കൊടുത്താട്ട് കഴിഞ്ഞകാല ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് സ്തോത്രം കെട്ടി ഇറക്കി കൊടുത്തെങ്കിൽ ഇന്നും ആ കരം കുറുതായിട്ടില്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നിന്റെ വിശ്വാസത്തിന്റെ അളവ് ഒന്നുകൂടെ സ്തോത്രം ഒന്ന് ഉയർത്തിയാട്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യ പാടിയ പാട്ട് പോലെ, അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമാക്കും എല്ലാം ആരാധനയിൽ. ആ സ്തുതികളിന്മേൽ ഹല്ലേലൂയ, ആരാധനയിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ യെഹോശാഫാത്ത് സ്തോത്രം യുദ്ധം ജയിച്ചത് അവന്റെ സൈന്യത്തിന്റെ മിടുക്ക് കൊണ്ടല്ല, അവന്റെ യുദ്ധ സാമഗ്രികൾ കണ്ടല്ല. സ്തോത്രം, അവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, ആരാധിച്ച് സ്തുതിച്ച ഒരു ടീമിനെ അവൻ ഏറ്റവും ഫ്രണ്ട് വിട്ടു. അത് യുദ്ധം ചെയ്തതിന് ശേഷം ആരാധിക്കണമെന്നല്ല അവൻ തീരുമാനിച്ചത്. സ്തോത്രം, അതിന് ജയം കഴിഞ്ഞിട്ട് ആരാധിപ്പാനല്ല താൻ തീരുമാനിച്ചത്, അതിന് മുൻപ് സ്തോത്രം യുദ്ധത്തിന് താൻ ഒരു ടീമിനെ ആക്കി. എന്താണ്? ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും. അതിന്റെ ഫലമായി അവൻ അവിടെ ജയിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒരുപക്ഷെ നിന്റെ അധരയാഗമെന്ന ഈ സ്തോത്രയാഗത്തിന് വലിയ പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയ പവറുണ്ട്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നിന്നെ സഹായിക്കുന്ന, നീ ഒരുപക്ഷെ ഹല്ലേലൂയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ നിനക്ക് വേണ്ടി വാദിക്കുന്ന, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സവിത എനിക്ക് മെസ്സേജ് അയച്ചു, അങ്കിളെ എന്നോടും ആ ദൈവാത്മാവ് ഈ വാക്യം തന്നെ ഇന്ന് രാവിലെ ഇടപെട്ടെന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ ഒരുപക്ഷെ നമ്മൾ ഹല്ലേലൂയ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയുണ്ട്. ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ യഹോവയെ കണ്ടുമുട്ടുവാൻ ജീവിതത്തിൽ സംഗതിയായത് ഏറ്റവും ഭാഗ്യമാണ്.
ഏറ്റവും വലിയ ഭാഗ്യമാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നീ ചിന്തിക്കരുത്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാനും വളരെ പ്രതിസന്ധിയിലും, ഹല്ലേലൂയ, നാളെ മുതൽ അവധിയാണല്ലോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഭാരപ്പെട്ടപ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഹല്ലേലൂയ ഈ സന്ധിയിൽ എന്നോട് ഇടപെട്ടതാ. സ്തോത്രം. നിനക്ക് വേണ്ടി ഹല്ലേലൂയ യഹോശാഫാത്തിന്റെ അഭിഷേകത്തെ പോലെ ഹല്ലേലൂയ അവൻ യുദ്ധത്തിൽ ജയിപ്പാനിടയായി തീർന്നത് ദൈവത്തിന് ആരാധിച്ചത് കൊണ്ട്, സ്തുതിച്ചത് കൊണ്ടുമാണ്. നീ ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിക്കുന്നെങ്കിൽ, ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്തുതിക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവമാണ്. നിന്നെ അവൻ നീ ചെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയ ആന്റിമാരെ പോലൊക്കെ എൻ്റെ മാതാവും ഒരു കാലത്ത് വളരെ തീവ്രതയോടെ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. യാതൊരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളുടെ വല്യപ്പന്മാരും അവരുടെ വലിയ മധ്യമാനികളും ഒക്കെ ആയിരുന്നു. ഹല്ലേലൂയ സമുദായത്തിന് വലിയ കീഴ്പ്പെട്ടവരായിരുന്നു. ഒരു കാലത്തും സ്തോത്രം ഈ സാഹചര്യത്തിലൊന്നും വരേണ്ടതല്ല. എന്നാൽ തലമുറകളെയൊക്കെ ഹല്ലേലൂയ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കാതെ കർത്താവിന്റെ നാമം എടുപ്പാൻ, ഹല്ലേലൂയ വിശുദ്ധ ബുക്കെടുത്ത് നടപ്പാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കി. പ്രിയ മാതാവിന്റെ പ്രാർത്ഥന, കണ്ണുനീര് ഇന്ന് രാത്രി ഹല്ലേലൂയ പാരമ്പര്യത്തിന്റെ വേരുകളെ അറുത്തുമാർത്തി അത് സൗമ്യമുള്ളതാക്കി കൊടുക്കുവാൻ, അത് മധുരമുള്ളതാക്കി കൊടുക്കുവാൻ ഈ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കഴിയും. ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാനിടയായി തീരുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രിയ മാതാപിതാക്കളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആരാധന ഒരിക്കലും വൃഥാവായി തരത്തില്ല. ഹല്ലേലൂയ, ദൈവം നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ തലമുറകളെ മാനിക്കും, നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കും. അത് ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളല്ലല്ലോ, അല്ലെ ഈ ലോകത്തിൽ വലിയവനാക്കുവാനോ പണം സമ്പാദിക്കുവാനോ അല്ല. ഹല്ലേലൂയ, ഇന്ന് പ്രിയ ഓമന ആന്റിയും പറഞ്ഞു, സ്തോത്ര ചെല്ലിലൂടെ പറഞ്ഞു, തന്റെ മകന് പ്രിൻസ് ഒക്കെ കർത്താവിന് വേണ്ടി ശോഭിക്കണം, കർത്താവിന് വേണ്ടി വേല ചെയ്യണമെന്നാണ് ആഗ്രഹം. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നല്ല ആഗ്രഹങ്ങളെ സ്തോത്രം മാനിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, എന്റെ മാതാവിന്റെ ഏറ്റവും വലിയ മരണക്കിടക്കയിൽ പോലും പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇവനൊരു ദൈവദാസനാകണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ, നല്ല പ്രാർത്ഥനകൾ, കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്, മണ്ണിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം എനിക്കുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവ പറയാ, സ്തോത്രം, യുദ്ധം എനിക്കുള്ളതാ, നീ ഭാരപ്പെടണ്ട. നിനക്കെതിരെ ഏത് ശത്രുക്കൾ വരട്ടെ, ഏത് പ്രശ്നങ്ങൾ വരട്ടെ, ഏത് ഹല്ലേലൂയ വിഷയങ്ങൾ വരട്ടെ, നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിക്കുവാൻ യഹോവ, നീ വിളിക്കുന്ന യഹോവ, നീ ആരാധിക്കുന്ന യഹോവ ശക്തന. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ ചെറിയൊരു ചിന്ത ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, നമ്മെ നടത്തുന്ന, നമ്മെ ഇതുവരെ സഹായിച്ച, നമ്മെ ഇതുവരെ കരുതിയ, സ്തോത്രം ജയത്തോടെ നടത്തുന്ന ദൈവകരങ്ങളിലേക്ക് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അധരങ്ങളും തുറന്ന്, ഹല്ലേലൂയ, എല്ലാ ഹൃദയങ്ങളും ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും.